ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേനയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ നോട്ട്ബുക്കിലുള്ള പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം. ഉണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലെ ഉള്ള ഒരു കാർഡ്ബോർഡിന്റെ ആവശ്യമാണ്. 8 സെന്റിമീറ്റർ സമചതുരത്തിൽ വരുന്ന 2 കാർഡ്ബോർഡിന്റെ ഷീറ്റ് നമുക്ക് ആദ്യമായി ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെയുള്ള നോട്ട്ബുക്കിലുള്ള പേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ എഴുതാത്ത പേജ് വേണമെന്നില്ല, എഴുതിയ പേജ് ആണെങ്കിലും ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ അടിച്ചാലും മതിയാവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇതേപോലെ ചുരുട്ടി എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് ചുരുട്ടിയെടുക്കാം. നമ്മളിത് ചുരുട്ടിയതിനു ശേഷം കുറച്ച് പശയാക്കി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് കുറച്ച് അധികം ചുരുട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ചധികം ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് നോക്കാം. കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചുരുട്ടിയെടുത്ത കടലാസിന്റെ കോല് നമുക്ക് ഇതേപോലെ ഇതിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് വെച്ചതിന് ശേഷം ഇത് ഒന്ന് സ്റ്റാപ്ലെയർ അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ഒരു സൈഡിൽ 2 എണ്ണം വെച്ചത്, ബാക്കി എല്ലാ സൈഡിലും ഓരോന്ന് വിധമാണ് നമ്മൾ വെച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്കിനി സ്റ്റാപ്ലെയർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത് സ്റ്റാപ്ലെയർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി നേരത്തെ എടുത്തിരുന്ന ആ കാർഡ്ബോർഡിന്റെ കഷ്ണം ഇതിന്റെ മുകളിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫെവിക്കോളാക്കി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ നല്ലോണം ആക്കിയതിനു ശേഷം നമുക്കിത് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഈ ഒട്ടിച്ച പേപ്പർ ചുരുട്ടിയ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഈ സൈഡിൽ വരുന്നതും ഇതേപോലെ ഇങ്ങോട്ട് മടക്കുക. ഇതേപോലെ നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ മടക്കിയെടുക്കേണ്ടതുണ്ട്. ഇതേപോലെ നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ മടക്കുമ്പോൾ ഇതിന്റെ ഒരു ഭാഗം തീർന്നു വരുമ്പോൾ വിറ്റാൽ അടുത്ത കോലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടുത്തതും മടക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത കോൽ വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇത് ഓരോന്ന് തീരുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ അടുത്തത് കയറ്റി അങ്ങനെ ഫുള്ളായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇതേപോലെ. എന്നിട്ട് ചുറ്റി ഇത് എത്രത്തോളം ഹൈറ്റ് നിങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ഇത് ചുറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഇത് ഒരുവിധം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗം ഇവിടെ ഫെവിക്കോളാക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫെവിക്കോളാക്കി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇതിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പുറത്തേക്ക് വരുന്ന ഭാഗം ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കിത് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ഫെവിക്കോളും കൂടി ആക്കി ഒന്ന് ഉണക്കാൻ വെക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ ഇതേപോലെ നല്ല രസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ എഴുത്തുള്ള പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കളറ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളറ് അടിച്ചാൽ മതിയാവും. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് പഴയ ഒഴിവാക്കുന്ന പേപ്പർ വെച്ച് നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് പേനയും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാത്രമായി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഞങ്ങളെ ഈ ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ദിസ് ഈസ് അബുൽ സൈനിങ് ഔട്ട്.